discussed about two topics, right? What are the topics? One is first topic is project-based learning, and the second one is problem-based learning in design. Okay, so problem-based learning involves critical thinking to examine the problems that lack a well-defined answer. So in project-based learning, students are challenged to develop a plan and create a product. To create a product that address the problem. Okay, so problem-based learning. There are some stages. So today class is modular design. Okay. Modular design is nothing. It's a module-wise design. Modular design is also known as module-wise design. Okay, module-wise design means if you take any one of the product means there have a more than one number of products is there, right? For example, if you take one car means if you take one example for car, okay, in car they have the several parts are there, right? What are the parts are there? There is tire is there, then seat, steering, then various type of designs and various type of parts are available in the car. Okay, so all parts are individual modules. Okay, all more parts are individual modules. That parts are designed by individual. ഓക്കെ മനസ്സിലായ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മോഡ്യൂൾ വൈസ് ആണ് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ മോഡുലർ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർ എടുത്തു കഴിഞ്ഞാൽ കാറിന് എന്താണ് കുറേ സാധനങ്ങളുണ്ട് അല്ലെ. കുറേ സാധനങ്ങൾ എന്താണ് ടയർ ഉണ്ടാവും, അതിൻ്റെ സീറ്റ് ഉണ്ടാവും, അതിൻ്റെ ഷേപ്പ്, എഗൈൻ എന്താണ് അതിൻ്റെ സ്റ്റിയറിങ്. അതൊക്കെ എല്ലാ കാറിനും സെയിം ആയിട്ടാണോ ഉണ്ടാവുക? ഇല്ല. പക്ഷെ അതൊക്കെ എന്താണ് ദാറ്റ്സ് ആ സെപ്പറേറ്റ് പ്രൊഡക്ട്സ് ആണ്. ഓക്കെ, സെപ്പറേറ്റ് മോഡ്യൂൾസ് ആണ്. ആ മോഡ്യൂൾസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സപ്പോസ് നിങ്ങൾ കാർ വാങ്ങിച്ച ടൈമിൽ ഒരു ടൈപ്പ് ടയറാണ് ഇരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് എന്താണ് ആ ടയറിൽ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് മോഡൽ. ഓക്കെ, സോ യു ക്യാൻ റീഅറേഞ്ച് ചെയ്യാൻ അതിന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കുറേ ആൾക്കാർ ബൈക്ക് വാങ്ങിച്ചിട്ടുണ്ടാവും. ഓക്കെ, ബൈക്കിന് നിങ്ങൾ എന്ത് ചെയ്യും? എഗെയിൻ യു ആർ മോഡിഫൈ ദ ബൈക്ക്. എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് നമുക്കത് മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്? all other parts are separately designed, module wise design. ഓക്കെ, ടയർ ആവാം, സീറ്റ് ആവാം, പിന്നെ എന്താണ് ബൈക്കിൽ മെയിനായിട്ട് നിങ്ങൾ മാറ്റുന്ന സാധനം എന്താണ്, ചിലപ്പോൾ ഹെഡ്ലൈറ്റ്, ഹാൻഡിൽസ്, ഇതൊക്കെ എന്താണ് സെപ്പറേറ്റ് മോഡ്യൂൾസ് ആണ്. ഓക്കെ, ഈ മോഡ്യൂൾസ് ഒക്കെ ചേരുമ്പോഴാണ് എന്താവുക, കമ്പൈൻ ദീസ് ഓൾ മോഡ്യൂൾസ് വി ആർ ക്രിയേറ്റിംഗ് ദ പ്രൊഡക്റ്റ്, വി ആർ ക്രിയേറ്റ് ഓർ ഡെവലപ്പ് ദ പ്രൊഡക്റ്റ്. ഓക്കെ, modular design is or modularity in design is a design theory and practice that subdivides a system into smaller parts called modules. Okay, modular design or modularity in design is a design theory and practice that subdivides a system. Subdivided system എന്ന് പറയുന്നത് it's a ഒരു ലാർജ് പ്രൊഡക്റ്റ് ആണ്, ഒരു ബിഗ് പ്രൊഡക്റ്റ് ആണ്. സോ ബിഗ് പ്രൊഡക്റ്റിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വി ആർ ഫേസിങ് സം ഇഷ്യൂസ്. സോ വി ആർ സബ്ഡിവൈഡഡ് മീൻസ് എന്താണ്, മോഡ്യൂൾ വൈസ് എന്ത് ചെയ്യുന്നത്, അതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അസൈൻ ചെയ്യും. ഓക്കെ, ഇൻഡിവിജ്വലായിട്ട് അസൈൻ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യും, ആ ഇൻഡിവിജ്വലായിട്ട് അസൈൻ ചെയ്ത ഓരോ പ്രൊഡക്റ്റിനും മോഡ്യൂൾ വൈസ് അല്ലാതെ എന്ത് ചെയ്യും, ഡിസൈൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എഗെയിൻ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും, ആ പ്രൊഡക്റ്റിനെയൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്, ആ മോഡലിനെയൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടുക. ഓക്കെ, ക്ലിയർ ആണോ? മോഡുലാരിറ്റി ഡിസൈൻ എന്ന് പറയുന്നത് മോഡുലർ ഡിസൈൻ ഓർ മോഡുലാരിറ്റി ഡിസൈൻ ഇസ് എ ഡിസൈൻ തിയറി ആൻഡ് പ്രാക്ടീസ് ദാറ്റ് സബ്ഡിവൈഡ്സ് എ സിസ്റ്റം ഇൻടു സ്മോളർ പാർട്സ് കോൾഡ് മോഡ്യൂൾസ് വിച്ച് ക്യാൻ ബി ഇൻഡിപെൻഡൻ്റ്ലി ക്രിയേറ്റഡ്, മോഡിഫൈഡ്, റീപ്ലേസ്ഡ് ഓർ എക്സ്ചേഞ്ച്ഡ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ്. ഈ മോഡ്യൂൾസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക? വിച്ച് ക്യാൻ ബി ഇൻഡിപെൻഡൻ്റ്ലി ക്രിയേറ്റഡ്, മോഡിഫൈഡ്, റീപ്ലേസ് ഓർ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തു, ഫോർ എക്സാമ്പിൾ theory and practice that subdivides a system into smaller parts called modules, okay, which can be independently created, modified, replaced or exchanged between different systems. Is it clear?
സോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സോഫ്റ്റ്വെയർ ആണ് ഡെവലപ്പ് ചെയ്യാനെന്ന് വിചാരിക്കാം. ഓക്കെ, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടാവുക? They have a several stages are there. Okay, for example, I am going to develop a one WhatsApp, ഒരു വാട്സപ്പ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഓക്കെ, വാട്സപ്പ് ഡിസൈൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യുക? വാട്സപ്പ് ഡിസൈൻ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെ മോഡ്യൂൾസ് വരും? വാട്സപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ആപ്പ്, റൈറ്റ്? ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ആപ്പ്. ഓക്കെ, അപ്പൊ ചാറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വരും? ചാറ്റിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഒന്ന് പറയാം? അതൊരു ബിഗ് മോഡ്യൂൾസ് ആണ് അല്ലെ, കുറേ മോഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തായിരിക്കണം? ഡിസൈൻ മോഡ്യൂൾ ആണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് വാട്ട്? ഡിസൈൻ മോഡ്യൂൾ. ഓക്കെ, ഡിസൈൻ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ്സ് എ യൂസർ ഇന്റർഫേസ്. ഇറ്റ്സ് എ യൂസർ ഇന്റർഫേസ്. It's a user interface. Okay, user interface means user can interacting that window. User can interacting that window. Okay, user can interacting means നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഒരു സ്ക്രീന് കാണുന്നുണ്ടാവും അല്ലേ? ആ സ്ക്രീന് നമ്മൾ എന്ത് ചെയ്യും? ആ സ്ക്രീനിന്റെ കൂടി നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടല്ലേ? അതാണ് എന്ത് പറയുക? ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അത് എന്താണ്? ഒരു സെപ്പറേറ്റ് മോഡ്യൂളാണ്. ക്ലിയർ ആണോ? ഒരു മോഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യും? ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പൊ ആ മോഡ്യൂൾ ഡിസൈൻ ചെയ്യുമ്പോൾ ദേ ഹാവ് സം എന്ത് ചെയ്യും? അതിൽ കുറച്ച് സ്പ്ലിറ്റപ്സ് ഉണ്ടാവും. ഓക്കെ, എഗൈൻ വേറെ എന്തൊക്കെ മോഡ്യൂൾസ് ആണ് വാട്സപ്പിന് വേണ്ടി വരിക? പറയാൻ നോക്കട്ടെ. ഫസ്റ്റ് വൺ ഈസ് ഡിസൈൻ മോഡ്യൂൾ. അനദർ വൺ എന്ത് വേണ്ടി വരും? നെക്സ്റ്റ് എന്ത് മോഡ്യൂൾ വേണ്ടി വരും? What is the purpose of WhatsApp? We are sharing the message one user to another user, right? കേൾക്കുന്നില്ല? ഹലോ. ഓക്കെ, അപ്പൊ എന്താണ് നെക്സ്റ്റ്? എന്താണ്? മെസ്സേജ് മോഡ്യൂൾ. സെക്കൻഡ് വൺ ഈസ് വാട്ട്? മെസ്സേജ് മോഡ്യൂൾ. സോ മെസ്സേജ് മോഡ്യൂൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് ഈസ് മെസ്സേജ്. ഇറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് messaging. Okay, then second one is what? Then call module. Call module എന്തിനു വേണ്ടിയിട്ടാണ്? It is used to make a call. Is it clear? So they have, if you are going to design any one product means they have a, that is on big module. So we are splitting the separate modules. Okay, for example, I am taking WhatsApp app. Okay, in WhatsApp app there have a separate modules. First one is what? Design module. Okay, design module, that is the main thing is what? It is a user interface. User can is interacting in that window. After that, the purpose are, first one is we need to chat with our friends. So message module is there. So we make a call. So call module മാത്രമാണ് ഉണ്ടാവുക. Call module there have a splitted into two, right? എന്തൊക്കെ മോഡ്യൂൾസ് ആണ് ഉണ്ടാവുക കോൾ മോഡ്യൂളില്? കോൾ മോഡ്യൂളിൽ നമ്മൾ രണ്ട് മോഡ്യൂൾ ചെയ്യേണ്ടി വരും. എന്തൊക്കെ മോഡ്യൂൾസ് ആണ് ചെയ്യേണ്ടി വരിക? എന്തൊക്കെയാണ് ചെയ്യേണ്ടി വരിക? വീഡിയോ കോളും വോയിസ് കോളും. യെസ്, voice module. Then another one is video module. Okay, is it clear? Okay, അപ്പോൾ voice module, again video module. Okay, then final one is എന്താണ്? വേറെ എന്ത് ചെയ്യണം? വേറെ എന്താ ഉള്ള? Then final one is I am going to design status module. Okay, status module. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര മോഡ്യൂളായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്? വൈ യു ആർ സ്പ്ലിറ്റിംഗ് ദിസ് ടൈപ്പ് ഓഫ് മോഡ്യൂൾസ്? സോ അതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോസ് ഒരു സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോയാൽ നമുക്ക് അവിടെ കുറേ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ ചേർന്നിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ദെൻ മോഡ്യൂൾ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണതിൽ ദ മെയിൻ ബെനിഫിറ്റ് ഈസ് വി ക്യാൻ റീയൂസ് this modules. Okay, reuse these modules എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഫസ്റ്റ് ഒരു മോഡ്യൂൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത ശേഷം എന്താണ്? സപ്പോസ്
ഇവിടെ എന്താണ് ഈ പ്രൊജക്ട് ടീമിൽ ഇരുന്ന ആൾക്കാർ, സപ്പോസ് അഭിനവ് അഗൈൻ എന്താണ് സെവിൻ ആണ് ഇരുന്നത്. ഓക്കെ, സോ ഇവരൊക്കെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തു. ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ് ആകുമ്പോൾ ഇവർക്ക് എന്താണ്, ഇവർ രണ്ടുപേരുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നെന്ന് വിചാരിക്കുക. ഓക്കെ, സോ അപ്പോൾ അവർ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ആവുമ്പോൾ ഇവർ ഇവിടെ സെവിന് ചെയ്തത് എന്തൊക്കെയാണ്, കോൾ മോഡ്യൂളാണ് സെവിന് ചെയ്തത്. ഓക്കെ, അപ്പൊ കോൾ മോഡ്യൂൾ മാത്രം സെവിൻ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകും. മനസ്സിലായോ? ആ മോഡ്യൂൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യും. ഓക്കെ, ഏതൊരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴും ഈ മോഡ്യൂൾ വൈസ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മോഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ ആ സോഫ്റ്റ്വെയറിന്റെ കൂടെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് ബെനിഫിറ്റ് അല്ലേ? നമ്മളൊരു പ്രൊഡക്റ്റ് ഓൾറെഡി ഡെവലപ്പ് ചെയ്തതാണ്. സോ മോഡ്യൂൾ വൈസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മോഡ്യൂൾ വൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, അതിനെ റീയൂസ് ചെയ്യാം, വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റിന്റെ കൂടി അതിനെ ആഡ് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ക്ലിയർ ആയോ? Okay, this is the main purpose of modular design. Okay, modular design or modularity in a design is a design theory and practice that subdivides a system into smaller parts called modules, which can be independently created, modified, or replaced, exchanged between different systems. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തതിന്, ഇപ്പൊ ഇവിടെ ഒരു വാട്സപ്പ് ചെയ്തു. വാട്സപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ദീസ് ഓൾ മോഡ്യൂൾസ്, ഇത്തരം മോഡ്യൂൾസ് ആരിന്റെ കയ്യിലുണ്ട്, അഭിനവ് ആൻഡ് സെവിന്റെ കയ്യിലുണ്ട്. സോ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്ത്, ഒരു വോയിസ് കോളിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യാനെന്ന് വിചാരിക്കുക. ഓക്കെ, വോയിസ് കോൾ മാത്രം ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാണ്. ഇപ്പൊ വൈബർ ഒക്കെ ഉണ്ടല്ലേ, വൈബർ ഒക്കെ ഉള്ളതുപോലെ നമ്മൾ എന്താണ്, ഒരു വോയിസ് കോൾ മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതിയതായിട്ട് കോഡിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, അതിന്റെ അകത്ത് കളഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടേക്ക് ദ വോയിസ് മോഡ്യൂൾ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് ഈ സാധനത്തെ എടുത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിൾ ആയിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് മനസ്സിലായ? മോഡ്യൂൾ വൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അതിനെ റീയൂസ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഇവിടെ ഈ വാട്സപ്പിന് തന്നെ വിചാരിക്കാം. ഓക്കെ, നമ്മൾ മോഡ്യൂൾ വൈസ് സാധനം ചെയ്തിട്ടുണ്ട്. ചെയ്ത ശേഷം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, വോയിസിന്റെ മോഡ്യൂൾ ശരിയായിട്ടില്ല, കോളൊക്കെ ബ്രേക്ക് ആവുന്നുണ്ട്, ദേ ഹാവ് മോർ ഡ്രോബാക്സ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ വോയിസ് മോഡ്യൂളിലുള്ള വർക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കോഡ് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഹോൾ പ്രോഗ്രാമിന് കോഡ് കറക്റ്റ് ചെയ്യണമെന്ന് ആവശ്യമുണ്ടോ? ഇല്ല. ഓക്കെ, അങ്ങനെയല്ലേ ഇപ്പൊ ഇവർ നമുക്ക് വാട്സപ്പിൽ വീഡിയോ മോഡ്യൂൾ അവർ ചെയ്തത്. ഫസ്റ്റ് അവർ എന്ത് ചെയ്തത്, ഫസ്റ്റ് 2 യൂസേഴ്സിനാണ് കോൾ ചെയ്തത്. അതിന്റെ ശേഷം അത് എന്തായി, 4 ആയി. അല്ല, അങ്ങനെയല്ല, അവർ എക്സ്റ്റെൻഡ് ചെയ്ത് പോയത്. അപ്പൊ അവർ എവിടെ മാത്രമാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, ഇപ്പോ വീഡിയോ മോഡ്യൂളിൽ മാത്രമാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതർവൈസ് നമ്മൾ എല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്ത് പ്രശ്നം വരും, വി കാണ്ട് ഈസിലി മോഡിഫൈ ദ കോഡിങ്സ്. ക്ലിയർ ആണോ? ഇതാണ് ഇറ്റ്സ് എ മോഡുലർ design. Okay, second case, a modular design can be characterized by functional partitioning into discrete, scalable, reusable modules, rigorous use of well-defined modular interfaces, and making use of industry standard for interfaces. A modular design can be characterized by functional partitioning. Functional partitioning എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. Okay, what is mean by functional partitioning? ഇവിടെ ഞാൻ എന്താ ചെയ്തത്, ഫസ്റ്റ് this is our main product. Okay, then we are list out the functional features. What are the features? Message, then call, then status. Okay, then I split up the modules wise functional, based on the functional features I split up the modules. ഓക്കെ, ഇത് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യുക. കോളേജിൽ പ്രൊജക്ടിന് പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മോഡ്യൂൾ വൈസ് ആണ് വെച്ച് ചെയ്യാം. ഓക്കെ, എ മോഡുലർ ഡിസൈൻ ക്യാൻ ബി ക്യാരക്ടറൈസ്ഡ് ബൈ ഫങ്ഷണൽ പാർട്ടീഷനിങ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രൊജക്ടിനെ ഫങ്ഷണൽ പാർട്ടീഷനിങ് ചെയ്യണം. വി നീഡ് ടു ഡീ ഫങ്ഷണൽ പാർട്ടീഷനിങ്. ആഫ്റ്റർ ദാറ്റ് ഫങ്ഷണൽ പാർട്ടീഷനിങ്, then into discrete, scalable, and reusable modules trigger the use of well-defined modular interfaces. For example, suppose നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോൾ വാട്സപ്പിനെ പോലെ തന്നെ ഒരു കോഡ് എഴുതണമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, വാട്സപ്പിനെ പോലെ എന്താണ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ അഭിനവ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാണ്, അഭിനവ് മെസ്സേജിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണെന്ന് വിചാരിക്കാം.
ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അഭിനവ് എന്ത് ചെയ്ത് ഇതുപോലെ തന്നെ എന്ത് ചെയ്തു, വി ആർ സ്പ്ലിറ്റ് ദ മോഡ്യൂൾ ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഫീച്ചേഴ്സ് ചെയ്ത ശേഷം ഈ കോഡൊക്കെ അവൈലബിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള കോഡൊക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ എടുത്ത് റീയൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ട് സം മോഡ്യൂൾസ് അവൈലബിൾ ആണെങ്കിൽ വി നീഡ് ടു അനലൈസ് ദാറ്റ് മോഡ്യൂൾസ് ആൻഡ് വി നീഡ് ടു ഫിക്സ് ദാറ്റ് മോഡ്യൂൾ ടു അവർ പ്രൊജക്ട്. ഓക്കെ, ദ പാർട്ടീഷനിങ് ഇൻ ടു ഡിസ്ക്രീറ്റ് സ്കെയിലബിൾ. നമ്മൾ ഈ മോഡ്യൂൾ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ മോഡ്യൂൾസ് ഒക്കെ റീയൂസബിളോ അല്ലെങ്കിൽ ഇന്നൊരു സോഫ്റ്റ്വെയറിന്റെ കൂടി ആഡ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും, എളുപ്പമായിട്ട് തന്നെ അത് എന്ത് ചെയ്യണം, ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായ, ഒരു സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കാൻ പാടില്ല. That code will be join work with any product. Okay, in this context, modularity is on component level and has single dimension component scalability. Okay, in this context, modularity is at the component level and has the single dimension and component stability. Single dimension means, for example, in this take call module, we are split up two types, right? Voice module and video module. Okay, voice module means what അതിന്റെ ഫങ്ഷൻ ഫീച്ചേഴ്സ് എന്താണ്, it is used to make a call ആണ്. ഓക്കെ, അപ്പൊ എന്താണോ നമ്മൾ അതിന് എന്താണ് ഒരു മോഡ്യൂൾ എടുത്തു കളഞ്ഞാൽ ഹാവ് എ സിംഗിൾ ഡയമെൻഷൻ, ഒരു സിംഗിൾ ഡയമെൻഷൻ മാത്രമാണ് ഉണ്ടാവും. ഓക്കെ, അല്ലാതെ അതിന് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ വി നീഡ് ടു സ്പ്ലിറ്റ് ഔട്ട് ദാറ്റ് സെപ്പറേറ്റ് മോഡ്യൂൾസ്. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, കോൾ മോഡ്യൂൾ എന്ന് പറയുമ്പോൾ ദേ ഹാവ് എ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് അതെ. ഓക്കെ, എന്തൊക്കെ കോൾസ് ഉണ്ടാവും, വോയിസ് കോളും ഉണ്ടാവും, വീഡിയോ കോൾ ഉണ്ടാവും. സോ ഐ സ്പ്ലിറ്റ് അപ്പ് ദ ടു മോഡ്യൂൾസ്, വോയിസ് ആൻഡ്. സോ അപ്പോൾ ഒരു മോഡ്യൂൾ എടുത്തു കളഞ്ഞാൽ അതിന് എന്ത് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ, ഒരു സിംഗിൾ ഡയമെൻഷൻ ആണ് വേണ്ടത്. ഓക്കെ, then a modular system with this limited modularity is generally known as platform system that uses modular components. A modular system with this limited modularity is generally known as platform system that uses modular components. Okay, for example, car platforms എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കാർ എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ കുറേ എന്തുണ്ടാവും, ഇൻഡിവിജ്വൽ പാർട്സ് ആണ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ മോഡ്യൂൾസ് ആണ് ഉണ്ടാവുക. ഓക്കെ, സോ ഇൻഡിവിജ്വൽ മോഡ്യൂൾസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസറിനനുസരിച്ച് അയാൾ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഉള്ളത് എന്താണ്, അവർ USB പോർട്ട് ആണ് പറയുന്നത്. USB പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, USB പോർട്ട് എന്ന് പറയുന്നത് ഒരു ജനറിക് ഡിവൈസ് ആണല്ലേ. സോ USB പോർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ USB ഡിവൈസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കമ്പ്യൂട്ടറിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ എന്തൊരു ഡിവൈസിനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു USB ഡിവൈസ്, ഇപ്പൊ നമ്മുടെ മൊബൈലിൽ USB ഡിവൈസ് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. OTG കേബിൾ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, USB-ന്റെ ഡിവൈസ് അങ്ങോട്ടും ചെയ്യാൻ പറ്റും. ഇതൊക്കെ എന്താണ്, അപ്പൊ USB എന്ന് പറയുന്നത് എന്താണ്, ഒരു മോഡ്യൂളാണ്. ബട്ട് അതിനെ നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, വെറൈറ്റി ഓഫ് ഡിവൈസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ എക്സാമ്പിൾ പറയുന്നത് ദാറ്റ്സ് എ പ്രോഗ്രാമിംഗ് ലെവലാണ്. ഓക്കെ, ഈ USB-യുടെ എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഹാർഡ്വെയർ ലെവലിലുള്ള ഒരു ഇൻഡിവിജ്വൽ പാർട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ USB എന്ന് പറയുന്ന ആ ഡിവൈസ്, ആ പോർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ കമ്പ്യൂട്ടറിൽ മാത്രമാണോ ഉള്ളത്? ഇപ്പോ USB പോർട്ടിനുള്ള സാധനം അറിയാമല്ലേ? USB പോർട്ട് അറിയോ? യൂണിവേഴ്സൽ സീരീസ് ബസ് ഓക്കെ, അത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ മാത്രമാണോ കണ്ടിട്ടുള്ളത്? അല്ല, എവിടെയൊക്കെ ഉണ്ട് നവഡേ? സ്മാർട്ട് ടിവിയിൽ കാണും, സ്മാർട്ട് ടിവിയിലുണ്ട്, പിന്നെ എന്താണ് ഹോം തിയേറ്റേഴ്സ് ഉണ്ട്, ഫോണിലുണ്ട്. ഓക്കെ, അങ്ങനെ കുറെ പ്ലേസസിൽ കാണാൻ പറ്റും. ഓക്കെ, അതും എന്താണ്, അതൊരു ഇൻഡിവിജ്വൽ മോഡ്യൂളാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യാം, എവിടെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് ആ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then another one is computer engineering platforms. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾക്ക് ഹാർഡ്വെയർ ക്ലാസ് എടുത്തപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു മദർ ബോർഡ്. ഓക്കെ, സോ വെൻ യു ആർ സെലക്ടിങ് ദ മദർ ബോർഡിൽ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ കോമ്പണന്റ് ആണോ ഇരുന്നത്? ഇല്ല, അതിൽ എന്താണ് ഇരുന്നത്, നമുക്ക് കുറേ മോഡ്യൂൾസ് ഉണ്ടായിരുന്നു അല്ലെ. എന്തൊക്കെയാണ് മോഡ്യൂൾസ് ഇരുന്നത് ഓർക്കുന്നുണ്ടോ? റാം സ്ലോട്ട്, എന്താണ് ഗ്രാഫിക്സ് സ്ലോട്ട്, പിന്നെ പ്രോസസർ, അതൊക്കെ എന്താണ് സെപ്പറേറ്റ് മോഡ്യൂൾസ് ആണ്.
ഓക്കെ, ആ സെപ്പറേറ്റ് മോഡ്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു ബോർഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തത്. അങ്ങനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് അത് എന്തായത്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് അത് എന്ത് ചെയ്തത്, ചേഞ്ച് ആയത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതാണ് മോഡുലർ ഡിസൈൻ. മോഡുലർ ഡിസൈൻ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനൊന്നുമില്ല. മോഡുലർ ഡിസൈൻ എന്ന് പറയുന്നത് മെയിൻ പോയിന്റ് ഈ ഒറ്റ സ്ലൈഡിലാണ് ഉള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് എക്സ്ട്രാ എഴുതേണ്ടതാണ്. ഓക്കെ, മോഡുലർ ഡിസൈൻ or modularity design is a design theory and practice that subdivides a system into smaller parts called modules, which can be independently created, modified, replaced, or exchanged between different systems. Okay, then after that we need to write a modular design can be characterized by functional partitioning into discrete, scalable, and reusable modules. ആ ലൈന് ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ എങ്ങനെയാണ് മോഡ്യൂൾ സ്പ്ലിറ്റ് ചെയ്യുക, ബേസ്ഡ് ഓൺ ദ ഫങ്ഷണൽ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, characteristic by functional partitioning into discrete, scalable, and reusable modules. ഒരു മോഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം, നമ്മൾ റീയൂസബിൾ ചെയ്യണമുള്ള രീതിയിലാണ് ഡെവലപ്പ് ചെയ്യാൻ. Okay, then rigorous use of well-defined modular interfaces and making use of industry standard for interfaces. What is meant by interface? Interface എന്ന് പറയുമ്പോൾ എന്താണ്, കണക്ടിങ് ഡിവൈസസ് വൺ ടു അനദർ ആണ്. ഓക്കെ, ഈ USB പോർട്ട് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഇറ്റ്സ് എ ഇന്റർഫേസ് ആണ് ആക്ച്വലി. Okay, in this concept, modeling at the component level and has a single dimension. ഒരു മോഡലാണ് പറയുമ്പോൾ മോഡുലാർ ഡിസൈനിക്ക് എന്തേ പാടുള്ളൂ, that should be single dimension. If they have in multiple dimension means we need to split up that into two ways. Okay, so multiple dimension എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യണം, we need to split in a two modulars തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. Okay. Okay, these all are the things in modular design. So just note എടുത്തു, ഒരു കേസ് സ്റ്റഡി ചെയ്യാം. കേസ് സ്റ്റഡി ചെയ്തിട്ട് കുറേ ആയല്ലേ, നോട്ട് എടുത്തോ. ഓക്കെ, ഒരു കേസ് സ്റ്റഡി നോക്കാം. ഷോ ദ ഡെവലപ്മെന്റ് ഓഫ് എ നേച്ചർ ഇൻസ്പയർഡ് ഡിസൈൻ ഫോർ എ സോലാർ പവർ ബസ് വെയിറ്റിംഗ് ഷെഡ് ബിസൈഡ് എ ഹൈവേ. ക്വസ്റ്റ്യൻ മനസ്സിലായ? ഷോ ദ ഡെവലപ്മെന്റ് ഓഫ് എ നേച്ചർ ഇൻസ്പയർഡ് ഡിസൈൻ ഫോർ എ solar powered bus waiting shed beside a highway. Okay, എന്താ ക്വസ്റ്റ്യൻ, എന്താണ് ഡിസൈൻ, എന്താണ് ഡിസൈൻ ചെയ്യേണ്ടത്, ഒരു വെയിറ്റിംഗ് ഷെഡാണ് ഡിസൈൻ ചെയ്യേണ്ടത്. എന്താണ്, ബസ് വെയിറ്റിംഗ് ഷെഡാണ്. ഓക്കെ, അതെങ്ങനെയായിരിക്കണം, സോലാർ പവേർഡ് ബസ് വെയിറ്റിംഗ് ഷെഡ് ആയിരിക്കണം. ഓക്കെ, ബിസൈഡ് ഹൈവേ. എത്ര മിനിറ്റ്സ് വേണം ഡിസൈൻ ചെയ്യാൻ? നമുക്ക് ക്ലാസ്സിന് 5 minutes കൂടി ഉണ്ട്, ഒരു 3 minutes പോരെ? ഫാസ്റ്റ് ഡിസൈൻ ചെയ്തിട്ട് മൈക്ക് കംപ്ലീറ്റ് ചെയ്യണവരുണ്ട് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും. എല്ലാ ആൾക്കാരും ഒന്ന് വരയാൻ ട്രൈ ചെയ്യും, വെറുതെ ഇരിക്കല്ലേ. എല്ലാ ആൾക്കാരും ഒന്ന് ഡിസൈൻ ചെയ്ത ആൾക്കാർ, കംപ്ലീറ്റ് ആയ ആൾക്കാർ, ദോസ് ഹു ആർ കംപ്ലീറ്റഡ് ജസ്റ്റ് പുട്ട് എ മെസ്സേജ് ഓൺ ചാറ്റ് ബോക്സ്. കംപ്ലീറ്റ് ചെയ്താ ഫാസ്റ്റ്. First question solved. So show the development of a nature-inspired design for solar-powered bus waiting shed beside a highway. കംപ്ലീറ്റ് ചെയ്താ? സമയമായി. ആശിഷിന്റെ ഡിസൈൻ ഒന്ന് കാണിക്കും, നോക്കട്ടെ, വരച്ചു തരമുള്ളത് കാണിക്കും. കംപ്ലീറ്റ് ആയിട്ടില്ല, വരക്കുന്നത്രേ ഉള്ളൂ.
മിൻഹാജിന്റെ ഡിസൈൻ കാണിക്കേ. കംപ്ലീറ്റ് ആയിട്ടില്ല. സാറേ കംപ്ലീറ്റ് ആയി. ഓൺ ചെയ്തോ. എക്സ്പ്ലെയിൻ. സാറേ അത് ആ ചെരിച്ചിട്ട് വരച്ചത് എന്ന് വെച്ചാൽ ശരിക്കും തിരിയാണ്. ശരിക്കും നമ്മളെ നേരെ തന്നെ ആയിരിക്കും, അതിന്റെ മേലെ സോളാർ ഉള്ള. പിന്നെ ഇവിടെ ഒരു റേഡിയോ, ചെറിയൊരു റേഡിയോ സെറ്റപ്പ് ഉണ്ട്. ആടെ ഇരിക്കുന്നവർക്ക് പാട്ടെല്ലാം കേട്ടാൻ വേണ്ടിട്ട് അതിന്റെ എല്ലാം വീഡിയോ എടുക്കുന്നത്. പിന്നെ ഒരു 4 സോക്കറ്റ്, അതിന്റെ കൂടെ ഒരു സ്റ്റാൻഡും, ഫോണ് ഇവിടെ കുത്തിയിട്ട് ഇവിടെ വെച്ചിട്ട് ചാർജ് ചെയ്യാം. നല്ലൊരു കുഷനുള്ള സോഫ. ഓക്കെ. ഈ സൈഡിലോ? ഈ സൈഡിലൊന്നും പ്രത്യേകിച്ചില്ല. അവിടെ ഒരു ക്യാമറ വെക്കാൻ വിചാരിച്ചിനു, പിന്നെ വേണ്ട വെച്ചു. ഓക്കെ, ഗുഡ്. വേറെ ആൾക്കാര്, എല്ലാ ആൾക്കാരും ചാറ്റ് ബോക്സിലാണ് അറ്റൻഡൻസ് എൻ്റർ ചെയ്യോ.